നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് ലിമ പെറുവിലാണ്. നമ്മളെ 13ാമത്തെ കൺട്രിയാണ്, 5ാമത്തെ കോണ്ടിനെൻറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം ഇന്നലെ ഞാൻ എത്തിയത് 12 മണിക്ക് എയർപോർട്ടിലാണ്, വീട്ടിലെത്തിയത് 2 മണിക്കാണ്. പക്ഷേ ഓണർ Airbnb ഓണർ ഭയങ്കര ഒരു അടിപൊളി ആളാണ്. അവർ എനിക്ക് വേണ്ടിയിട്ട് 2 മണി വരെ കാത്തിരുന്നു, ചാവിയൊക്കെ തുറന്നു, എന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പം നമുക്കൊരു ടൂർ കണ്ടല്ലോ നമ്മൾ Airbnb. ഇതാണ് നിങ്ങൾ കണ്ട ടേബിളിലൂടെ കിച്ചണാണ്. കിച്ചണിലൊരു ടേബിളുണ്ട്, പിന്നെ വേണ്ടയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഫ്രിഡ്ജും കൂടെ ഉണ്ട്. ഫ്രിഡ്ജ് നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്നാൽ യഥേഷ്ടമായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുക, യൂസ് ചെയ്യുക. ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും, കുപ്പി പാത്രങ്ങളും എല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ. സോ പ്ലേറ്റൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പ്ലേറ്റൊക്കെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഉപയോഗിച്ചിട്ട് കഴുകി വെക്കണം. എപ്പോഴും Airbnb എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം സാധനം കഴുകി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്പൈസും പൊടി കിടിയൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്ന് അറിയില്ല. പക്ഷേ എണ്ണ ഒക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ. അതവിടെ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. നമുക്ക് കുക്കിംഗ് ചെയ്യേണ്ടേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ടേബിളുണ്ട്, പിന്നെ ബ്രെഡ് ടോസ്റ്റിനുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ ഇവിടെ വലിയ TV ഉണ്ടല്ലോ, അതൊക്കെ ആട്ടെ. ഇപ്പം നമ്മൾ ലിവിങ് റൂമിലേക്ക് എത്തി നമ്മൾ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതൊക്കെയാണ് നമ്മളെ സാധനങ്ങൾ. ടൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് കോച്ച്? സൂപ്പറല്ലേ? അടിപൊളി ചോന്നത്. ഇവിടെ നല്ലൊരു TV ഉണ്ട് ഇവിടെ. ഞാൻ നിങ്ങൾക്ക് വേറെ ഒരു സാധനം കൂടി കാണിച്ചത്. ഇവിടെ ബാത്റൂമാണ്. ബാത്റൂം കുഴപ്പമില്ല, അത്ര ഒന്നും ഭയങ്കരമായിട്ട് ഇതില്ല, പക്ഷേ ഡീസൻ്റായിട്ടൊരു ബാത്റൂമാണ്. ക്ലീൻ ഉണ്ട്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമുക്കിത് കറക്റ്റ് ഉപയോഗിക്കാനൊക്കെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തത് $30 സുഹൃത്തുക്കളെ. ഇപ്പം നമ്മൾ നേരെ ബെഡ്റൂമിലൊക്കെ കയറി, ബെഡ്റൂമിൽ എൻ്റെ ക്യാമറ ബെഡിൻ്റെ മുകളിൽ കിടക്കുന്ന കാണാൻ നിങ്ങൾക്ക്. അങ്ങനെ നമ്മളെ ട്രാവലായിട്ട് സുജിത് ഭക്തനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു TV ആണ്, 60 ഇഞ്ചിൻ്റെ TV. നമ്മളിപ്പോൾ ട്രാവൽ സുജിത് ഭക്തനെ കണ്ടുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. വാർഡ്രോബ് തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഹാങ്കേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ തുണിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുക, ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് നല്ലൊരു പെയിൻറ്റിങ് ഉണ്ട് ഇവിടെ. നല്ലൊരു വലിയൊരു സൈസ് ബെഡ്റൂമാണ്, ഒരു പ്രശ്നമില്ല. അടിപൊളി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു മിററും കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം മിററിൽ. എന്നിട്ട് അത് ട്രാവലായിട്ട് പുള്ളി ലക്ഷദ്വീപിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇതാണ് നമ്മൾ ചെറിയൊരു Airbnb. ഇപ്പം നമ്മൾ നേരെ ലിമ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പോൾ 10 മണിയായി. അപ്പം നമുക്ക് നേരെ ലിമയിൽ കണ്ടാൽ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പുറത്ത് പോവാണ്. ഇതാണ് വാതിൽ, ഫ്രണ്ട് വാതിൽ. നമ്മളിപ്പോൾ തുറന്ന് പുറത്ത് പോവാണ്. നിങ്ങൾക്ക് കാണാം എന്ത് ഭംഗിയാണ് പുറത്ത് കണ്ടാൽ. എത്ര മനോഹരമായിട്ടാണ് അവർ ആ ബാൽക്കണി സെറ്റാക്കി വെച്ചത് അല്ലേ. ക്രിസ്മസ് ടൈമിലാണ് ഞാൻ അവിടെ വന്നത്, അതുകൊണ്ട് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് അവർ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്ന് യഥേഷ്ടം ടൈം പാസ്സാക്കാം, എല്ലാം ചെയ്യാം. വളരെ ഭംഗിയായിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ. ഇത് കാണുന്നത് വേറെ Airbnb ആണ്. ഞങ്ങളുടെ അടുത്ത് നിന്ന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വേറെ Airbnb ഉണ്ട്. സോ 2 Airbnbക്ക് ഒന്നിച്ചാണ് ഈ സ്ഥലം. സോ നമുക്ക് ഇരുന്നിട്ട് ചാറ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ചെയ്യാറോ. ഹോസ്റ്റൽ പോലത്തെ ഒരു സംഭവം. അടിപൊളിയല്ലേ? അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ആ വാതിലാണ് ഞങ്ങളുടേത്. സോ ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. സോ ഇവിടെ ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഡിന്നറും കഴിക്കാൻ ഉണ്ടാക്കിയിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ചെടികളൊക്കെ വെച്ച് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു ഫ്രണ്ടിലൊരു ഡോറുണ്ട്, അത് തുറന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോവാം. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് ട്രാവലിൽ ലിമയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നു. എനിക്കറിയില്ല എത്ര മലയാളീസ് ലിമയിൽ വന്നിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇതൊരു അടിപൊളി കാഴ്ചയായിരിക്കും. നമ്മൾ കുറേ സംഭവം നമ്മൾ പെറുവിൽ ഒരു 10-15 ദിവസം ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അത്ഭുത കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ. കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളവിടെ സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളെ Airbnb. പുറത്തുനിന്ന് ഇതാണ് ലുക്ക്. എന്ത് മനോഹരമായിട്ട് പെയിൻറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലത്തെ ഇരിക്കുന്ന എല്ലാ വീടുകളും അതാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ പുറത്തൊക്കെ നല്ല പൂന്തോട്ടങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലും മുമ്പിലാക്കി വെച്ചിട്ടുണ്ട്. എന്തെന്നു അറിയില്ല, ഗവൺമെൻറ്റിൻ്റെ നിഷ്കർഷിച്ച് ആണോ എനിക്കറിയില്ല. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേരാണ് മിറാഫ്ലോറസ്. മിറാഫ്ലോറസ് പറഞ്ഞാൽ പൂക്കളുടെ നാടാണ്. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാ വീട്ടിലും പൂക്കൾ കാണാം, റോസുകൾ കാണാം, വേറെ കുറേ ചെടികൾ നിങ്ങൾക്ക് കാണും സുഹൃത്തുക്കളെ. സ്വാഗതം ലിമയിലേക്ക്, കേരള എഞ്ചിനീയറിംഗ് ട്രാവലോടൊപ്പം. സോ സുഹൃത്തുക്കളെ, നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 13 ദിവസങ്ങളായി. നമ്മൾ ഇതുവരെ ഒറ്റ റെസ്റ്റോറൻറ്റ് പോലും പോയിട്ടില്ല. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെയാണ്. 13 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. നമ്മളെപ്പോഴും Airbnb എടുക്കും. അവിടെ നമ്മളെന്ന് സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്ത്, ദാലും നമ്മൾ ഇന്ത്യൻ ഫുഡ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യൻ ഫുഡ് മിസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ
വൈഫിന് വേറെ ഫുഡൊന്നും ആവില്ല, അവർക്ക് ഇന്ത്യൻ ഫുഡൊന്നും വേണം. അപ്പം ഞങ്ങൾ ദാലും ആംബുലേറ്റും ഇതൊക്കെ കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും കഴിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ലോണം ലാഭിക്കാൻ പറ്റും. ഓരോ ദിവസം പുറത്ത് നിങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം പൈസ പുറത്തേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഫുഡുകളൊക്കെ നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കും. അതെപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റാണ്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ കോസ്റ്റും ഗണ്യമായി കുറയ്ക്കാൻ പറ്റും. അതോടെ നമുക്ക് നമ്മൾ എക്സ്പ്ലോറും ചെയ്യാൻ പറ്റും, ഫുഡും ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ലോകത്തിലെല്ലാം കൺട്രിയും കറങ്ങാനാണ് സുഹൃത്തുക്കളെ. ഇത് കണ്ട സുഹൃത്തുക്കൾ എന്ത് ഭംഗിയായിട്ടുള്ള ഇതൊക്കെ പൂക്കളൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്ത് വെച്ചത് അടിപൊളിയായിട്ടുണ്ട്. സോ അത്രയ്ക്ക് ഭംഗിയായിട്ടാണ്. ഇവിടെയൊക്കെ നല്ല ക്ലീൻ നീട്ടുണ്ട്. ഒരു സൗത്ത് അമേരിക്കൻ കൺട്രി പറഞ്ഞിട്ട് നമുക്ക് പറയാനേ പറ്റില്ല. ഒരു യൂറോപ്യൻ കൺട്രിയുടെ പ്രതിനിധിയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് കണ്ടത്. ഞാൻ എയർപോർട്ടിൽ എന്താ സംഭവിച്ചു വെച്ചാൽ നമ്മൾ പ്രൈവറ്റ് ടാക്സി, എയർപോർട്ട് ടാക്സി ആക്കിയിട്ടാണ് വന്നത്. ഊബർ കാരണം വെച്ചാൽ ഊബർ എയർപോർട്ടിന് ഉള്ളിൽ വരില്ല, പുറത്തേ ഉള്ളൂ. നമ്മളുടെ അടുത്ത് സിം ആക്റ്റീവ് ആയിട്ടില്ലായിരുന്നു. 2 മണിക്കൂർ എടുക്കും പറഞ്ഞു, 2-3 മണിക്കൂർ സിം ആക്റ്റീവ് ആണ്. അതുകൊണ്ട് നമ്മളൊന്നും പിന്നൊന്നും പറ്റില്ല. അവിടുത്തെ ടാക്സി എടുത്ത് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു, റൂമിലേക്ക് വന്നിട്ട് ചെക്കിനൊക്കെ ചെയ്ത് ഇതൊക്കെ ചെയ്തു. ഞങ്ങൾക്ക് ഊബർ എടുക്കാം. ഊബർ എയർപോർട്ടിൽ നിന്ന് ഉള്ളിൽ വരില്ല, സിം ആക്റ്റീവ് എന്ന് ഇച്ചിരി സമയം എടുത്തു. സോ നമ്മളിപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് സുഹൃത്തുക്കളെ. നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. സോ അങ്ങോട്ട് നടന്നുകൊണ്ട് പോവാണ്. ഇപ്പോൾ 12 മണി ആവാനായി. സോ മെല്ലെ പോയിട്ട് അവിടെ എത്തുമ്പോഴേക്ക് 12:30 ആവും. എന്നിട്ട് നമ്മൾക്ക് കഴിച്ചിട്ട് നിങ്ങൾക്ക് കാഴ്ച കാണിച്ചുകൊണ്ട് പോവാം. എന്താ അറിയോ, എൻ്റെ വൈഫിന് ഇന്ത്യൻ ഫുഡല്ലാതെ വേറെ ഒരു ഫുഡും പിടിക്കില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഞാൻ എന്താ ചെയ്യുക, അതോടാണ് ഇന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇന്ന് സുഹൃത്തുക്കളെ, ഇതാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് മസാല പറഞ്ഞിട്ട്. മസാല പറഞ്ഞാലും നമ്മളിടുന്ന മസാല അല്ല, റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് മസാല. സോ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇത് 1 കിലോമീറ്റർ, ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ നമ്മൾ എയർബിഎൻബിന്നുണ്ട്. സോ ഇവിടെ നമ്മളിരിക്കുകയാണ്. സോ പതാക ഇതൊക്കെ വെച്ചിട്ട് ഇത് ഡെക്കറേഷൻ ചെയ്ത് വെച്ച് നിങ്ങൾ കണ്ടോ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്തു ചിക്കൻ ബിരിയാണി. എൻ്റെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി. എവിടെ പോയാലും ഞാൻ ചിക്കൻ ബിരിയാണി മസാല ദോശയും കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓർഡർ ചെയ്തത് ദാൽ മക്കനിയും പിന്നെ റോട്ടിയാണ്, പിന്നെ ലസ്സി, മാംഗോ ലസ്സിയും പിന്നെ പ്ലെയിൻ ലസ്സി 2 ഓർഡർ ചെയ്തു. സോ അത് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വന്നപ്പോൾ നമുക്ക് അടിക്കും സുഹൃത്തുക്കളെ. നമ്മളെ ഭക്ഷണം ഇപ്പോൾ വന്നു. പക്ഷേ നിങ്ങൾക്ക് കാണാം എന്താ ലസ്സിയും വന്നു, അവരുടെ മാംഗോ ജ്യൂസും വന്നു. അപ്പോൾ ഇതിൽ എന്താ ചില പ്ലാസ്റ്റിക് സ്ട്രോൻ്റെ പകരം അവർ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ സ്ട്രോണ്. ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. നമുക്ക് പ്ലാസ്റ്റിക് ഏതായാലും കുറയ്ക്കണം. സോ അതുകൊണ്ട് ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇതുപോലത്തെ കുറേ റെസ്റ്റോറൻറ്റ്സുകൾ പ്ലാസ്റ്റിക് നിരോധിച്ച് അതിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചാലോ, ടൈമില്ല, വിശക്കുന്നു. സുഹൃത്തുക്കളെ, ഇപ്പം നമ്മളിപ്പോൾ പുറത്ത് വന്നിട്ട് നമ്മളെല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് വന്നു. നമ്മൾക്ക് എത്ര ആയത് പറഞ്ഞാൽ 109 ഇവിടുത്തെ സോൾസാണ് ആയത്. ഇവിടെ സോളാണ് പറയുന്നത് ഇവിടുത്തെ കറൻസിയിലേക്ക്. സോ അതിന് 109 പറഞ്ഞാൽ $33. $33 പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ റുപ്പീസിൽ എടുക്കുവാണ് 2500 ആയി മക്കളെ. ഒരു നേരത്തെ ഭക്ഷണത്തിന് 2500. പക്ഷേ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോകും, അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കും. അപ്പോൾ നമുക്കൊരു 1000 നമുക്ക് 2-3 ദിവസം സുഖമായിട്ട് 2 ആൾക്ക് അടിപൊളിയായിട്ട് കഴിയാൻ സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ കാണുക. നിങ്ങൾ പെറു ദ വീസയുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഇതാ ലിങ്ക് ഇടേണ്ട എൻഡ് സ്ലെറ്റിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരെ കാണണം. ബായ്.